യാഗശാലയിൽ വെച്ച് ദക്ഷനന്ദിനിയായ സ്വാഹ അഗ്നിദേവനിൽ അനുരക്തയായി മാറി. അഗ്നി യാഗശാലയിൽ നിന്ന് പോയപ്പോൾ സ്വാഹയും അഗ്നിയെ അനുഗമിച്ചു. അഗ്നി കാട് കയറി പോകുന്നത് കണ്ട് സ്വാഹയ്ക്ക് സംശയം തോന്നി. ഒരിക്കലും ദുഃഖങ്ങളിൽപ്പെടാത്ത അഗ്നിക്ക് എന്താണ് സംഭവിച്ചത്? സപ്തർഷിമാരുടെ പത്നിമാരെ കണ്ട് അദ്ദേഹം വല്ലാതെ മോഹിതനായി പോയതാവാം. അവരെ സ്വന്തമാക്കുവാൻ ഒരിക്കലും അദ്ദേഹത്തിന് കഴിയുകയുമില്ല. അതുകൊണ്ട് അവരുടെ രൂപം ധരിച്ച് അഗ്നിയെ തൃപ്തിപ്പെടുത്താം. സ്വാഹ അപ്രകാരം മനസ്സിൽ ചിന്തിച്ചു. അത് അദ്ദേഹത്തിനും ആനന്ദം നൽകും, ഞാനും ധന്യയാകും. അങ്ങനെ സ്വാഹ അങ്കിരസിന്റെ ഭാര്യയായ ശിവയുടെ രൂപം ധരിച്ച് അഗ്നിയുടെ അടുത്തെത്തി പ്രണയാഭ്യർത്ഥന നടത്തുന്നു. അഗ്നിക്ക് സന്തോഷമായി. സത്യം എന്തെന്നറിയാതെ അഗ്നി അവളെ പ്രാപിക്കുന്നു. യാഗശാലയിൽ വെച്ച് ദക്ഷനന്ദിനിയായ സ്വാഹ അഗ്നിദേവനിൽ അനുരക്തയായി മാറി. അഗ്നി യാഗശാലയിൽ നിന്ന് പോയപ്പോൾ സ്വാഹയും അഗ്നിയെ അനുഗമിച്ചു. അഗ്നി കാട് കയറി പോകുന്നത് കണ്ട് സ്വാഹയ്ക്ക് സംശയം തോന്നി. ഒരിക്കലും ദുഃഖങ്ങളിൽപ്പെടാത്ത അഗ്നിക്ക് എന്താണ് സംഭവിച്ചത്? സപ്തർഷിമാരുടെ പത്നിമാരെ കണ്ട് അദ്ദേഹം വല്ലാതെ മോഹിതനായി പോയതാവാം. അവരെ സ്വന്തമാക്കുവാൻ ഒരിക്കലും അദ്ദേഹത്തിന് കഴിയുകയുമില്ല. അതുകൊണ്ട് അവരുടെ രൂപം ധരിച്ച് അഗ്നിയെ തൃപ്തിപ്പെടുത്താം. സ്വാഹ അപ്രകാരം മനസ്സിൽ ചിന്തിച്ചു. അത് അദ്ദേഹത്തിനും ആനന്ദം നൽകും, ഞാനും ധന്യയാകും. അങ്ങനെ സ്വാഹ അങ്കിരസിന്റെ ഭാര്യയായ ശിവയുടെ രൂപം ധരിച്ച് അഗ്നിയുടെ അടുത്തെത്തി പ്രണയാഭ്യർത്ഥന നടത്തുന്നു. അഗ്നിക്ക് സന്തോഷമായി. സത്യം എന്തെന്നറിയാതെ അഗ്നി അവളെ പ്രാപിക്കുന്നു.